ആദ്യത്തെ രണ്ടെണ്ണം വരുന്ന ലോയും ഇത് ഹൈയും. അങ്ങനെയാണെങ്കിൽ ഇങ്ങറ്റത്തുള്ള എന്തിനുള്ളതാണ്? എ സിയുടെ ക്ലൈമറ്റ് കൺട്രോൾ മാത്രമല്ല ഇവിടെ വരുന്നത്, ഇവിടെ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സെറ്റിംഗ് ഉൾപ്പെടെയാണ് വരുന്നത്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചു. ഏത് ഓട്ടോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. മീഡിയം വേണോ, ഹൈ വേണോ, ലോ വേണോ, റിമോട്ട് യൂസ് ചെയ്ത് ലോക്ക് ചെയ്യുമ്പോൾ സൺ റൂഫ് അടയോ എന്നുള്ളതും കൂടെ ഒന്ന് കൃത്യമായിട്ട് അറിയാം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഹുണ്ടായ് വെർണയാണ്. ഈ ഒരു വാഹനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, പക്ഷേ ഇറങ്ങിയിരിക്കുന്ന കുറച്ച് കുറവാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡിസൈൻ വൈസ് വെച്ചായിരിക്കും. കാരണം പഴയ വെർണയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ യൂണിറ്റ്സ് ആണ് വിറ്റ് പോയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു യൂണിറ്റിന് കുറച്ചൊരു മടുപ്പുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. ഏതായാലും ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഒരു സെഡാൻ സെഗ്മെൻറ്റ് ഒത്തിരി നാൾ കൂടിയിട്ടാണ് തോന്നുന്നു ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം കൂടുതലും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന SUV ആണ്. കാരണം ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന SUV എടുക്കാനാണ്. എന്നാൽ കുറച്ച് പേരെങ്കിലും ഉണ്ട് സെഡാൻ വാഹനങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി തന്നെയായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനും ഇതും ബ്ലാക്ക് തന്നെയാണ്, രണ്ടുപേരും പറഞ്ഞിടിച്ചതുപോലെ ആയിപ്പോയെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഓക്കെ, ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു എലമെൻ്റൊക്കെ നമുക്ക് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇതൊരു ബ്ലാക്ക് ക്രോം എലമെൻ്റ് ആണ് നമുക്കിവിടെ വരുന്ന ഒരു പാരാമെട്രിക് ഡിസൈനാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ 4 പാർക്കിംഗ് സെൻസേഴ്സ്, 1, 2, 3, 4 ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ബമ്പറെ തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഒരു 1, 2, 3, 4 ചേംബറാണ് വരുന്നത്. ആദ്യത്തെ രണ്ടെണ്ണം വരുന്ന ലോയും ഇത് ഹൈയും. അങ്ങനെയാണെങ്കിൽ ഇങ്ങറ്റത്തുള്ള എന്തിനുള്ളതാണ്? നമുക്ക് ആ സംശയം തീർത്താലോ? വാ, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചോണം. ഞാനിപ്പം ലോ ബീം ഇട്ട് കാണിച്ചു തരാം. ഇപ്പം ലോ ആണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ ഇട്ട് കഴിയുമ്പോൾ ഹൈ വർക്ക് ചെയ്തു. ഇനി ഞാൻ ഹൈ ഒന്ന് ഓഫ് ചെയ്തു. ഇനി ഞാൻ സ്റ്റിയറിംഗ് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ ഇപ്പം ആ ഒരു ലൈറ്റ് കത്തി. ഞാൻ ലെഫ്റ്റിലോട്ട് സ്റ്റിയറിംഗ് തിരിച്ചു, അത് ഓഫായി. ഇനി ഞാൻ ഒന്നുകൂടെ റൈറ്റിലോട്ട് തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോണം, റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ അത് ഓണായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെയാണ് കോർണറിംഗ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാഹനം ഒരു കോർണർ പോർഷൻസിലോട്ടൊക്കെ തിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പോർഷനിലെ ലൈറ്റ് വളരെ വ്യക്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോർണർ ലൈറ്റിങ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് കാണാൻ സാധിക്കും. അതൊരു ഹാലജൻ ബൾബാണ് വരുന്നത്. ഇതൊരു റിഫ്ലക്ടർ ടൈപ്പാണ് LED വരുന്നത്. അതായത് പ്രൊജക്ടറോ കാര്യങ്ങളൊന്നുമില്ല, റിഫ്ലക്ടർ ടൈപ്പ് LED ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ചെറിയൊരു സ്കിഡ് പ്ലേറ്റ് പോലെ തന്നെ ഒരു സ്പോട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ 2 സൈഡിലും ഓരോ സ്കിഡ് പ്ലേറ്റ് പോലെ തന്നെ വരുന്ന രീതിക്ക് കൊടുത്തിട്ടുണ്ട്. താഴെ ഫിനിഷ്ഡ് ടൈപ്പാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു അഡാസിൻ്റെ റഡാർ കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഇതിൽ ലെവൽ 2 അഡാസ് വരുന്നു. നമ്മുടെ അഡാസിൻ്റെ ക്യാമറയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ നമുക്ക് അഡാസിൻ്റെ വർക്കിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സിൽ ഒന്നാണ് ഒരു 360 ഡിഗ്രി ക്യാമറ മിസ്സിംഗ് ആണ്. അത് കഴിഞ്ഞ് തൊട്ട് മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് കണക്റ്റഡ് ലൈറ്റ്സ് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ DRL എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ മാത്രമാണ് ഇതിൻ്റെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനിലോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ലാമ്പ് അഥവാ പാർക്ക് ലൈറ്റാണ് ഇങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ വരുന്നത്. അതായത് നമ്മൾ വാഹനം രാവിലെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻ മാത്രം, അതായത് ഈ ഒരു പോർഷനും അങ്ങനത്തെ പോർഷൻ മാത്രം ലൈറ്റ് കത്തത്തുള്ളൂ. അതിനുശേഷം പാർക്ക് ഓൺ ആയി കഴിയുമ്പോൾ ഇതെല്ലാം ഒന്നിച്ച് കമ്പൈൻ ചെയ്തിരിക്കും. ഈ ലൈറ്റ് ചിലർക്ക് ഒരു അരോ തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. തൊട്ട് മേളിലായിട്ട് നമ്മുടെ ഹുഡ് ഏരിയ തന്നെയാണ് ഹുണ്ടായിട്ട് ഒരു വലിയ ലോഗോ വരുന്നത്. ഒരു വലിയ ഏരിയ ആയിട്ട് തന്നെ നമ്മുടെ ഹുഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു സ്ലീക്ക് ഡിസൈനാണ്. അത് മാത്രമല്ല നമുക്കിവിടെ കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എയറോ ഡൈനാമിക് ഷേപ്പ് വളരെ കൃത്യമായിട്ട്, അതായത് ഇതിൻ്റെ കട്ടിങ്സിലൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. എനിക്കിത് ഹുണ്ടായുടെ ട്യൂസോൺ എന്ന് പറയുന്നൊരു വാഹനത്തിൻ്റെ ചെറിയൊരു കട്ടിങ് എഡ്ജ് ഇവിടെ ബാക്കിൽ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ഇസഡ് ഷേപ്പ് പോലെ. എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ക്യാമറയിൽ അത് എത്രത്തോളം വ്യക്തമാണെന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ഷേപ്പ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ട്യൂസോൺ എന്ന് പറഞ്ഞൊരു വാഹനം ചെയ്ത സമയത്ത് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിൽ വരുന്ന ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ടയർ സൈസ്. 205, 55, 6, 16 16 ഇഞ്ചിൻ്റെ ടയറാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് പെയിൻറ്റഡ് ടൈപ്പാണ് കിട്ടുന്നത്. റെഡ് കാലിപ്പേഴ്സാണ് ഇവിടെ വരുന്നത്. ഇത് ശരിക്കും ടെർബോ എൻജിൻസിനെല്ലാം ബ്ലാക്ക് അലോയ്സും നമുക്ക് റെഡ് പെയിൻറ്റഡ് കാലിപ്പേഴ്സുമാണ് വരുന്നത്. ഫ്രണ്ട് നമുക്ക് ഡിസ്ക് ബ്രേക്കും ബാക്കി ഡ്രമ്മും ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സൈഡ് മിറർ കാണാൻ സാധിക്കും. സൈഡ് മിററിൻ്റെ ഷേപ്പും ഒക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എയർ കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു ക്യാമറ മിസ്സിംഗ് ആണ്, പടിലാമ്പും ഇല്ല. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും കുറേ കട്ടിങ് എഡ്ജസ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് കാണാൻ സാധിക്കും. ഡോർ ഹാൻഡിൽ വരുന്ന സിൽവർ പെയിൻറ്റഡ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ റിക്വസ്റ്റ് സ്വിച്ചും ഇതിൽ തന്നെ വരുന്നുണ്ട്. ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഇവിടെ തന്നെ വരുന്നുണ്ട്. കീ പോക്കറ്റിലുണ്ടായിരിക്കണം, എന്നാൽ മാത്രം ഈ പറഞ്ഞൊരു ഫംഗ്ഷൻ
നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ സൈഡിലെല്ലാം ഗ്ലോസി പെയിൻറ്റഡ് ആണ് നമുക്ക് ഡോർസിലെല്ലാം വരുന്നത്. ഈ ഒരു സൈഡിൽ നമുക്കൊരു ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേറ്ററും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റീൽ പെയിൻറ്റഡ് ടൈപ്പ് തന്നെ ഒരു എലമെൻറ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഡിസൈൻസും കാണാൻ നല്ല രസമുണ്ട്. പാരാമെട്രിക് ടൈപ്പ് ഒരു ഡിസൈനാണ് ഇവിടെയൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ സൈഡിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ ക്വാർട്ടർ പാനൽ അഥവാ നമ്മുടെ ഈ ഒരു സി പില്ലറൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നൊരു ഡിസൈൻ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡിലോട്ട് വരുമ്പോൾ ടെയിൽ ലൈറ്റ് ആണെങ്കിലും ഇതിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ ക്വാർട്ടർ പാനലിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. ബാക്കിലത്തെ പോർഷൻ കാണുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ കണ്ണ് പിടിക്കുന്ന ഒരു ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്ന സ്പോയിലർ. നല്ല രസമുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലറാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെ ഹുണ്ടായുടെ ഒരു വലിയൊരു ലോഗോയും വെർണ എന്നുള്ളൊരു എഴുത്തൊരു ഗ്ലാസ്സിനകത്ത്, അതായത് ഒരു ഗ്ലാസ് എലമെൻറ്റിനകത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് മാത്രമല്ല ഇതിൽ ഏറ്റവും രസമായിട്ട് തോന്നിയിരിക്കുന്ന ഈ ക്രിസ്റ്റൽ ലൈറ്റിംഗ് പോലെ കൊടുത്തിരിക്കുന്ന ലൈറ്റുകളാണ്. ഇതൊന്ന് കത്തിച്ച് കാണുമ്പോൾ നല്ല രസമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്തൊക്കെ പാരാമെട്രിക് ഡിസൈൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും റിവേഴ്സും വരുന്നത് മാത്രം ഹാലജൻ ബൾബുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും ഒരു വെറൈറ്റി രീതിക്ക്, അതായത് ഇതിനകത്തോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തന്നെ കൊടുത്തിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. 1.5 ടർബോ ആണ് വരുന്നത്. അത് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെർണ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ മാത്രം കൊടുത്തിട്ടുള്ളൂ. താഴെ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കിട്ടുന്നുണ്ട്. 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ടതുപോലെ ഡിസൈൻ പോലെ തന്നെ ഇവിടെയൊക്കെ ഓരോ എലമെൻറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്കിഡ് പ്ലേറ്റും കൂടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ടും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. ബൂട്ട് തുറക്കാൻ വേണ്ടി ഇവിടെ റിക്വസ്റ്റ് സ്വിച്ച്, ഒരു സ്വിച്ച് ഇവിടെ അവൈലബിൾ ആണ്. ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നതാണ്. ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. 528 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നല്ലൊരു ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. ലെങ്ത് ഉള്ള ബൂട്ട് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു സ്പെയർ വീലും നമുക്കിവിടെ അവൈലബിൾ ആണ്. 185, 65, 615 ആണ് സ്പെയർ വീല് കിട്ടുന്നത്. ജസ്റ്റ് ഒരു സ്പെയർ വീലിൻ്റെ ഫംഗ്ഷൻ മാത്രം നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. റിയർ ഗ്ലാസ്സിൽ ഡീഫോഗറിൻ്റെ ലൈൻസും കാണാൻ സാധിക്കും. ഒരു ഷാർപ്പിൻ ആൻറ്റിനെയും കാണാൻ സാധിക്കും. ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സബ് വൂഫറും കൊടുത്തിട്ടുണ്ട്. ബൂട്ടിനകത്ത് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ ഒരു സബ് വൂഫർ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതെല്ലാം സംഗതി അടിപൊളിയാണ്. എന്തെങ്കിലുമൊക്കെ കൊണ്ട് വെക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് അത്യാവശ്യം വലിയ ലഗേജോ വല്ലതൊക്കെ കയറ്റുകയാണെങ്കിൽ ഇതിന് ഇവിടെ തട്ടാതെ, അതായത് ആ സബ് വൂഫറിലോട്ട് തട്ടാതിരിക്കാൻ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. നമുക്കിനി വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഏതായാലും ആദ്യം തന്നെ ഡോർ പാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹുണ്ടായുടെ സെയിം പാറ്റേൺ തന്നെയാണ്. അതായത് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ എന്നുള്ള മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ നമ്മുടെ ലോക്ക് ആൻഡ് അൺലോക്ക്. ഫ്രണ്ട് പവർ വിൻഡോ മാത്രം 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാം നോർമൽ ടൈപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്ലാസുകൾ ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊരു ലെതർ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫിനിഷ്ഡ് എലമെൻ്റാണ്. നമുക്ക് കൈയൊക്കെ വെക്കാൻ അത്യാവശ്യം നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സൈഡിലെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇത്രയും ഭാഗം നമുക്ക് ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ്സ് സെറ്റ് ചെയ്യാം. 64 ലൈറ്റ്സ് ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. തൊട്ട് താഴെ ബോസിൻ്റെ ഒരു സ്പീക്കർ യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. 8 സ്പീക്കർ അടങ്ങുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. 2 ബോട്ടിൽസ് വളരെ സുഖമായിട്ട് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സൈഡിലോട്ടും ചെറിയ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച് കാണാൻ സാധിക്കും. ഓട്ടോ ഓഫിൻ്റെ സ്വിച്ച് ഇവിടെയുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്ത് തരാൻ സാധിക്കും. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഹുഡ് ഓപ്പണറും കാണാൻ സാധിക്കും. ഫ്യൂസിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. OBD കണക്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനും നമ്മുടെ പെട്രോൾ ലിഡ് ഓപ്പണിങ്ങും രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പോട്ടി പെഡൽസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ ക്ലച്ച് ആണെങ്കിലും ബ്രേക്ക് ആണെങ്കിലും ആക്സിലേറ്റർ ആണെങ്കിലും കാണാൻ നല്ല സ്പോട്ടി ലുക്കാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡ്രൈവർ സൈഡിലെ സീറ്റ് വരുന്നത് നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് റിക്ലൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇലക്ട്രിക്കലും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മാനുവലായിട്ടുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. ഒരു ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന റിയർ വ്യൂ മിററാണ് വരുന്നത്. അതിൻ്റെ കൂടുതൽ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും SOS അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ക്രെയിൻ ഫെസിലിറ്റിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു മെറ്റീരിയലാണ്. ഒരു ഹാർഡ് പ്ലാസ്റ്റിക് തന്നെയാണ്, പക്ഷേ ഒരു സോഫ്റ്റ് ഫീൽ തന്നെയാണ് നമുക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്പീക്കർ നമുക്ക് അവൈലബിൾ ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് AC-യുടെ ഇൻ്റഗ്രേഷൻ ചെയ്തു പോകുന്ന ലൈൻസ് ഒരു രക്ഷയില്ല, ഇവിടെ നിന്ന് അങ്ങറ്റം വരെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫേസിങ് ഏരിയ നിങ്ങൾക്ക്
നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ ഒരു സൈഡിലോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. വളരെ രസമുണ്ട്. എനിക്കിതിൻ്റെ ശരിക്കും പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന പഴയ ബലീനോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ആ ഒരു യൂണിറ്റ് ഫുള്ള് നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ കട്ടിങ്സും എല്ലാം പോകുന്നത്. കിഡു ലുക്ക് തന്നെയാണ്. 2 10.25 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ഒന്ന് നമ്മുടെ ക്ലസ്റ്റർ യൂണിറ്റുമാണ് വരുന്നത്. ക്ലസ്റ്റർ യൂണിറ്റിൽ നമ്മൾ ഹുണ്ടായി വാഹനങ്ങളിൽ കണ്ടുവരുന്ന സെയിം രീതി തന്നെയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം അതിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല. നമുക്കതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്റ്റിയറിംഗ് വീലേ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ സൈഡ് മാത്രം കുറച്ചൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ സ്റ്റീരിയോ കൺട്രോൾസ് അല്ല ഇവിടെയും ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ അഡാസിൻ്റെ ഫീച്ചേഴ്സും ക്ലസ്റ്റർ മീറ്ററിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരും. നമുക്കിത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മോഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കോമ്പസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടയർ പ്രഷർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഡിസ്പ്ലേയിലാകത്തുള്ളൂ. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡാസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ലാസ്റ്റ് എപ്പോഴാണ് ഫ്യൂല് ഫില്ല് ചെയ്തതും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ 29 കിലോമീറ്റർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇത് നമ്മുടെ അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റിയറിംഗ് വരുന്നത് ടിൽറ്റും ടെലിസ്കോപ്പിക്കാണ്. ടിൽറ്റും വരുന്നുണ്ട്, ടെലിസ്കോപ്പിക്കും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊരു രീതിക്ക് വേണമെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. കാണാൻ സാധിക്കുന്ന ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഹുണ്ടായിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സ്, ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ആണെങ്കിലും ആംബിയൻ ലൈറ്റിൻ്റെ കണക്ടിവിറ്റി ആണെങ്കിലും ഇതിനകത്ത് ആംബിയൻ ലൈറ്റ് നമുക്ക് ഇവിടെ താഴെക്കൂടെയും ഞാൻ പറഞ്ഞ പോലെ ഡോറിലും വരുന്നുണ്ട്. നല്ല കിടുവാണ്, നല്ല രസമാണ് നമുക്ക് കാണാൻ. നല്ലൊരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഒരു യൂണിറ്റ്, ഇത് AC-യുടെ ക്ലൈമറ്റ് കൺട്രോൾ മാത്രമല്ല ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സെറ്റിംഗ് ഉൾപ്പെടെയാണ് വരുന്നത്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചത്. ഇപ്പോൾ നമുക്ക് AC ഓഫ് ചെയ്യണമെങ്കിൽ AC ഓഫ് ചെയ്യാൻ സാധിക്കും. ഇൻസൈഡ് ഔട്ട്സൈഡ് സർക്കുലേഷൻ ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് പൊസിഷനിൽ എയർ വരണമെന്നുള്ള ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ കഴിഞ്ഞാൽ ഇതിനിപ്പോൾ നമുക്കൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയായി. കണ്ടോ, മോഡ് മാറ്റുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതായത് ഒരു ഇൻ്റർചേഞ്ചബിൾ ടൈപ്പ് ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് നോർമലായിട്ടുള്ള രീതിക്ക് വോളിയം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഞാനിപ്പോൾ വോളിയം ഇവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ് ആകുകയാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫയൽസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ AC-യുടെ ഫാൻ സ്പീഡ് സെറ്റ് ചെയ്യുന്നൊരു സംഗതിയാകുകയാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരു നെഗറ്റീവ് സൈഡാണെന്ന് വേണമെങ്കിൽ പറയാം, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കൺട്രോൾസ് ചേഞ്ച് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് റോഡിൽ നിന്നും കണ്ണ് മാറ്റി ഇതിലോട്ട് സ്വിച്ച് മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം പെട്ടെന്ന് പ്രസ് ചെയ്യുക, തിരിക്കുക, ആ ഒരു രീതി ആയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതിൽ ഏത് ഓട്ടോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. മീഡിയം വേണോ, ഹൈ വേണോ, ലോ വേണോ, അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ 3 ലൈറ്റ്സ് വരുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇത് ലോ ആണ്, ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മീഡിയം ആണ്, ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഹൈ ആണ്. അതിപ്പോൾ ഓട്ടോയിൽ ഏത് സെഗ്മെൻറ്റിൽ നിൽക്കണമെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഫ്രണ്ടിലത്തെ ഡീഫോഗർ, റിയർ ഡീഫോഗർ, ഫാൻ ഓഫ് ചെയ്യണമെങ്കിൽ അത് ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ്. തൊട്ട് താഴെയായിട്ട് ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ കൺട്രോൾസ് വരുന്നത്. അതായത് നമ്മുടെ സീറ്റ് വെൻറ്റിലേറ്റഡ് ടൈപ്പാണ്. വെൻറ്റിലേറ്റഡ് മാത്രമല്ല, ഇത് ഹീറ്റഡ് ടൈപ്പും കൂടെയാണ്. അതായത് ഹീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ഹീറ്റ് ആക്കാനും സാധിക്കുന്നുണ്ട്. അതും 3 സ്റ്റേജ് തന്നെയാണ് കിട്ടുന്നത്. ഡ്രൈവർ സൈഡ് മാത്രമല്ല, കോ ഡ്രൈവർ സൈഡിലും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 120 വാട്ട്സ് ഔട്ട്പുട്ട് വരുന്നതാണ്. USB-A ടൈപ്പ് കാണുന്നുണ്ട്. ഈ A ടൈപ്പ് വരുന്ന നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു USB-C ടൈപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു വയർലെസ് ചാർജിങ് പാഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് മോഡ്സ് ഏതൊക്കെ വേണമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ കിട്ടുന്ന ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. അതിൻ്റേതായ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മോണിറ്റർ, പാർക്കിംഗ് സെൻസർ വേണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാൻ സാധിക്കുന്നുണ്ട്. ഇനി ക്യാമറ യൂണിറ്റ് കാണണമെങ്കിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ചെറിയൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ആം റെസ്റ്റും കൊടുത്തിട്ടുണ്ട്, അതും കിടുവാണ്. ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് മെയിൻലി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റിയർ സീറ്റ് ബെൽറ്റുകളുടെ അലേർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഇത് റെഡ് ലൈറ്റ് കത്തി നിൽക്കുന്നതായിരിക്കും. നമുക്കിവിടെ സൺ വൈസർ കാണാൻ സാധിക്കും. ഈ സൺ വൈസർ തുറന്നു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല, ഗ്ലാസോ കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും കൊടുക്കാനും തോന്നും. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ സൺ റൂഫ്, ഒരു സിംഗിൾ പാൻ സൺ റൂഫാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം ഇതിന് ഒരു ഓക്കെ ടൈപ്പ് എന്ന് തന്നെ ഞാൻ പറയും. ഏതായാലും സൺ റൂഫ് അടിപൊളിയാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവനെ മറ്റേ സിനിമയ്ക്കകത്ത് വെറുതെ തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ ഞാൻ തന്നെ തിരിച്ച് ഇവനെ അടയ്ക്കേണ്ടി വരും. യെസ്, ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിലും കൂടെ ഒന്ന് ഇരുന്ന് നോക്കിയാലോ. ഓക്കെ, അങ്ങനെ നമുക്ക് കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം മാനുവലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. കുഴപ്പമില്ല, ഏതായാലും സംഗതി അടിപൊളിയായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്.
കാലെ ചെറുതായിട്ട് മുട്ടുന്നുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കുട്ടി വെച്ചാലും മുട്ടും, എങ്ങനെ നോക്കിയാലും കാല് മുട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ഏതായാലും ഒരു കൂൾഡ് ടൈപ്പ് ഗ്ലോ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് നമുക്ക് കൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ചാൽ മതി, ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിലും നേരെ ഓപ്പോസിറ്റ് തിരിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ആയിക്കോളും. ഏതായാലും ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി കാണുന്നത് ഈ ഒരു പോർഷനിൽ ഇരിക്കുന്ന സമയത്താണ്. കാരണം എല്ലാം അങ്ങോട്ട് ചെരിച്ച് വെച്ചൊരു ഫീലാണ്. എന്നാൽ ഇവിടുന്ന് തന്നെ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഈ റെഡിൽ ഇൻസേർട്സ് പോകുന്ന നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. കാരണം ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു എൻലൈൻ്റെ ഒരു ഫീൽ പോലെയൊക്കെ തന്നെ തോന്നുന്നു നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറി കഴിയുമ്പോൾ. ഏതായാലും താഴെ കൂടെ ആംബിയൻ ലൈറ്റ് പോകുന്ന രാത്രി നല്ല രസമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിറർ കാണാൻ സാധിക്കും. ഏതായാലും ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇവിടെ നമുക്ക് 2 ലൈറ്റ് കാണുന്നുണ്ട്. ഏതായാലും എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. LED തന്നെയാണ് വരുന്നത്. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും വാഹനത്തിൽ LED ലൈറ്റ്സ് വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഇവിടെ LED കൊടുത്തതിൽ വലിയൊരു സന്തോഷം എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്കിലോട്ടിരുന്ന് ബാക്കിലത്തെ വിശേഷങ്ങളോട് പെട്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബാക്കിലത്തെ പോർഷനിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റ് നിങ്ങൾക്കറിയാം ഏറ്റവും ബാക്കിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു രീതിക്കാണെങ്കിലും നിങ്ങൾ ആ സ്പേസ് ഒന്ന് നോക്കിക്കണം. നല്ല ലെഗ് റൂം, തൈ സപ്പോർട്ട്, ഒരു ഓക്കെ ഫീൽ തന്നെ. ഒട്ടും മോശമെന്ന് പറയുന്നില്ല, എന്നാൽ ഒരു ഓക്കെ ഫീൽ തന്നെ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. 3 പേർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓക്കെ ഫീൽ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം 2 പേർക്ക് നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷേ 3 പേർക്ക് കുറച്ചൊന്ന് കൺജസ്റ്റഡ് ആയിരിക്കും എന്ന് തോന്നുന്നു. 2 പേർക്ക് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, 3ാമത്തെ ആൾക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല. പക്ഷേ 3ാമത്തെ ആൾക്കൊരു ആം റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3ാമത്തെ ആളില്ലെന്നുണ്ടെങ്കിൽ ഒരു ആം റെസ്റ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇവിടെ ഒരു ആം റെസ്റ്റ് വരികയാണുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുഷനിങ് കുറച്ച് ഹാർഡായിരിക്കും. അതായത് സെൻട്രലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ബാക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നും. പക്ഷേ സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊരു 6 എയർ ബാഗ് വരുന്ന മോഡലാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. പില്ലറിലുണ്ട്, ഡ്രൈവർ സൈഡിൽ 2 സീറ്റുകളിലും വരുന്ന 6 എയർ ബാഗ് വരുന്ന മോഡലാണ് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്ന ഒരു LED ലൈറ്റിംഗ് ആണ്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. LED ലൈറ്റിങ്സ് അങ്ങനെ പൊതുവേ കാണാറില്ല. ഏതായാലും കണ്ടതിലും ഒരുപാട് സന്തോഷം. നമുക്കിവിടെ ഒരു ഗ്രാബ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും ബാക്കിലായിട്ട്. നമുക്കിവിടെ 2 AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. കൺട്രോൾസ് ഒന്നും അഡീഷണൽ ആയിട്ട് വരുന്നില്ല. ഇവിടെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് മാത്രം കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 2 C ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു മൊബൈൽ വയ്ക്കാനുള്ള ചെറിയൊരു സ്റ്റാൻഡ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, അതും കിടുവാണ്. ഇനി നമുക്ക് ഏതായാലും ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗം, അതായത് എൻജിൻ റൂം ഒന്ന് കണ്ടു നോക്കാം. വാ. ഏതായാലും ഹുഡ് തുറക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വെയിറ്റ് ഒരു രക്ഷയില്ല. ഏതായാലും 5 സ്റ്റാർ റേറ്റിംഗ് വരുന്ന വാഹനം തന്നെയാണ് നമ്മുടെ വെർണ. ഇനി ഇതിൻ്റെ എൻജിൻ റൂം തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ഒട്ടും തന്നെ ഇടയില്ലാത്ത ഒരു രീതി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ടെർബോ ചാർജ്ഡ് വാഹനമാണ് വരുന്നത്. ഒരു 4 സിലിണ്ടർ 1.5 ലിറ്റർ ടെർബോ ചാർജ്ഡ് വാഹനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു പവർ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്പീഡ് റേഞ്ചിങ് നോക്കാനാണെന്നുണ്ടെങ്കിൽ 8.1 സെക്കൻഡിനുള്ളിൽ തന്നെ 100 കിലോമീറ്റർ സ്പീഡിൽ ഇത് അച്ചീവ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഓവറോൾ നമുക്ക് ഈ ഒരു എൻജിൻ ബേ കാണുമ്പോൾ കിടുവായിട്ട് തന്നെ തോന്നുന്നുണ്ട്. 160 PS പവറും 253 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതായാലും ഓവറോൾ ഈ ഒരു എൻജിൻ്റെ ലുക്ക് ആൻഡ് പെർഫോമൻസ് ഒരു രക്ഷയില്ല. എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ തൊട്ട് താഴെയായിട്ടാണ്, അതിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യേണ്ട സ്റ്റിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി ആസിറ്റീസ് നമ്മളെല്ലാം വാഹനത്തിലും പറയുന്ന പോലെ നമ്മുടെ വാഷർ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നതും റേഡിയേറ്ററിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വേറെ ഒന്നും വരുന്നില്ല. ഇവിടെ ഡീഗ്യാസർ മാത്രമാണ് വരുന്നത്. ഇതിനകത്താണ് കൂളൻ്റ് ഫില്ല് ചെയ്യുന്നതും ഡിസ്റ്റിൽ വാട്ടർ ഫില്ല് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന .4 ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് മാറ്റി കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി യൂണിറ്റും ഫ്യൂസിൻ്റെ കേസും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു പോർഷനിലാണ്. നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന കീ ഫോബും കൂടെ ഒന്ന് പരിചയപ്പെടാം. ലോക്ക്, അൺലോക്ക്, ഹോൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും. നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാനും സാധിക്കും. ഏതായാലും ഈ ഒരു ഹോൾഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വാഹനം ലോക്ക്ഡ് ആയിരിക്കണം. ലോക്ക് ആയതിനു ശേഷം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്നൊരു മാനുവൽ വാഹനമായതുകൊണ്ട് ഇതിൽ ആ ഒരു ഫീച്ചർ നമുക്ക് കിട്ടുന്നതല്ല. പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററൊക്കെ കത്തുമെന്നല്ലാതെ വാഹനം സ്റ്റാർട്ട് ആകത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ റിമോട്ട് യൂസ് ചെയ്ത് ലോക്ക് ചെയ്യുമ്പോൾ സൺ റൂഫ് അടയോ എന്നുള്ളതും കൂടെ ഒന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം പല വീഡിയോസിലും പല വാഹനങ്ങളിലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സ്ഥിരം ചെക്ക് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഞാൻ ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്യുന്ന സമയത്ത് അതേതായാലും അടഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ടും സൺ റൂഫ് അടച്ചോണം, അല്ലെങ്കിൽ പണി കിട്ടും. നമുക്കൊരു കീയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. ഏതെങ്കിലും രീതിക്ക് ഈ ഒരു കീ ഫോബിൻ്റെ ബാറ്ററി ഡൗൺ ആവുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മാനുവൽ കീയും കൂടെ
നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഏതായാലും ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവും കൂടെ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്നുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് അറിയാം. അങ്ങനെ ഒരു 1.5 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ല. റിഫൈൻമെൻറ്റ്, അതൊരു 4 സിലിണ്ടർ ആയതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ഒരു രക്ഷയില്ല. നല്ല രീതിക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കംഫോർട്ട് ഫീൽ ചെയ്യും. വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അനുഭവപ്പെടുന്നതല്ല. പ്രത്യേകിച്ച് ടെർബോ ആയതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നതെങ്കിൽ പോലും ഒരു 5 സ്പീഡ് ഇട്ട് തീർക്കാൻ തന്നെ പാടുപെടും നമ്മുടെ ഇവിടുത്തെ റോഡ് കണ്ടീഷനിൽ. പക്ഷേ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ കിടുവായിരിക്കും എന്ന് തന്നെ ഞാൻ അഭിപ്രായം പറയാം. ഏതായാലും വാഹനം ഓവറോൾ അടിപൊളിയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോപ്പുലർ ഹുണ്ടായിയുടെ നമ്പറും കൂടെ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഈ വാഹനമല്ല, ഹുണ്ടായി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വാഹനത്തിൻ്റെ സംശയങ്ങൾ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.